നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലമീൻ യമാലിൻ്റെ പ്രശ്നം എന്താണ്? കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിന് നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മോശം പ്രകടനമായിരുന്നു. ബെഞ്ചിൽ അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു. ഇന്നലെ ട്രെയിനിങ്ങിന് വന്നിട്ട് ആൾ വേഗം തിരികെ പോകുന്ന കാഴ്ച കണ്ടു. എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് നടത്തി കഴിഞ്ഞിട്ട് ആദ്യം പോയത് അവനായിരുന്നു. അപ്പോൾ അതൊക്കെ വലിയ വാർത്തയായി നിൽക്കുന്ന ഒരു സമയം. ബാൾഡയുടെ ക്ലബിലെ സിറ്റുവേഷനാണ് അവനെ ആ രൂപത്തിലാക്കിയത് നേരത്തിൽ ചില കാറ്റലൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത നൽകുകയാണ് ഹാൻസി ഫ്ലിക്ക്. FC ബാഴ്സലോണക്ക് നാളെ ലലീഗയിൽ കളിയുണ്ട്. എതിരാളികൾ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയാണ്. ആ കളിക്ക് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ ഹാൻസി ഫ്ലിക്കിനോട് ലമീൻ യമാലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി, അവനൊരു മൈനർ ഇഷ്യൂ ഉണ്ട്, ഒരു തലവേദന പോലെയുള്ള ഇഷ്യൂ ഉണ്ട്, അത്രേ ഉള്ളൂ. ലമീൻ ഒരു ജീനിയസാണ്. അപ്പോൾ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവന് ഇപ്പം 3 ആഴ്ച ഓഫായിരുന്നു. വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ അവൻ ട്രെയിനിങ് നടത്തിയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ അവൻ്റെ പീക്കിലല്ല ഇപ്പോൾ എന്നുള്ളത് നോർമലായിട്ടുള്ള കാര്യമാണ്. സോ ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്, അവൻ്റെ ബെസ്റ്റിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ അവൻ്റെ 60 മിനിറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. കളിക്കളത്തിൽ അവൻ അങ്ങനെ നമുക്ക് കളിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ അവൻ നല്ല രൂപത്തിൽ പ്രസ് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ഗോളിൻ്റെ കാര്യത്തിലൊക്കെ. അതുപോലെ തന്നെ ഓൺ ദി സെക്കൻഡ് അവൻ റാഫിഞ്ഞക്ക് ബോൾ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവൻ കളിക്കാൻ ഇറങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആവുകയാണ്. ടീമിനെ നല്ല രൂപത്തിൽ തന്നെ അവൻ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സോ അവൻ എങ്ങനെ പ്രോഗ്രസ് ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. പക്ഷേ അവനെ നമുക്ക് വേണം, കളിക്കാൻ ഇറക്കണം. കാരണം അവൻ വളരെ എക്സെപ്ഷണലാണ്. അപ്പോൾ കഴിഞ്ഞ കളിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം അവൻ ആകെ നിരാശനായിരുന്നല്ലോ, മറ്റ് പ്രശ്നങ്ങളുള്ളതായിട്ടൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ശരിക്കും പറഞ്ഞാൽ ഞാനത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് നോർമലാണ്, അവന് കളിക്കണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ. അപ്പോൾ നമ്മളൊരു ട്രൂ ചാമ്പ്യൻ ആവുമ്പോൾ എല്ലായ്പ്പോഴും വിജയിക്കാൻ വേണ്ടി, നമ്മൾ അടുത്ത ടൈറ്റിൽ വിജയിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും. അതാണ് അവൻ്റെ ആറ്റിറ്റ്യൂഡ്. എല്ലാ പ്ലെയറും കൂടുതൽ ടീമിന് വേണ്ടി കളിക്കുന്നതിന് വേണ്ടിയിട്ട് ഹംഗറി ആയിരിക്കും, വിജയിക്കാൻ ഹംഗറായിരിക്കും. ഒരു 3rd കൺസിക്യൂട്ടീവ് ലീഗ് ടൈറ്റിൽ അതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. സോ വി ആർ റെഡി ആൻഡ് വി വിൽ ഫൈറ്റ് ഫോർ ഇറ്റ് എന്നുകൂടി ഇപ്പോൾ കോച്ച് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം അത്തരത്തിലുള്ള ആളെ നിരാശനാക്കിയത്. അതിപ്പോൾ നന്നായി കളിക്കുന്ന ഏത് താരത്തിൻ്റെയും ഒരു നിരാശ എന്നുള്ളത് സ്വാഭാവികമാണ് അവനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. അത്രയേ ഉള്ളൂ എന്നാണ് കോച്ച് അതിനെ കുറിച്ച് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.